ബോക്സ് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പൊളിച്ച് നമുക്കത് ഓപ്പണാക്കാം. ഓപ്പണാക്കുമ്പോൾ ഇങ്ങനൊരു ബോക്സ് ഉണ്ട്. അതിനുശേഷം ബോബിൻസ് നമുക്കിവിടെ ബോബിൻസ് ഇടാം. ഓക്കെ, നമുക്കിവിടെ ബോബിൻസ് നമുക്ക് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്കിവിടെ ബോബിനും കാര്യങ്ങളൊക്കെ വെക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്യാം, പിന്നീട് വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതില്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നമ്മുടെ ഹാൻഡ് ഫ്രീ യൂസ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് വേറൊരു എക്സ്റ്റൻഷൻ ചെയ്ത് അതായത് നമ്മുടെ ഹാൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ ഉപയോഗിക്കാം എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. അതത്ര വ്യക്തമായിട്ടില്ലാന്ന് തോന്നുന്നു, അതാണ് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ തയ്യൽ മെഷീൻ. അങ്ങനെ ഇതാണ് എൻ്റെ മെഷീൻ്റെ കാര്യങ്ങളൊക്കെയും ഞാൻ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുന്നു. ത്രെഡിങ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു വഴി ബോബിനും നമുക്ക് ഈ നൂല് കോർക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മെഷീനിൽ നൂല് കോർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മെഷീൻ ഓണാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ത്രെഡ് ഇടുന്നത് എങ്ങനെയാണെന്നാണ് ഞാനൊന്ന് കാണിക്കുന്നത്, ചെറുതായിട്ടൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നമ്മൾ അതുപോലെ ത്രെഡിങ് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, അവിടെ നിന്ന് ത്രെഡ് എടുക്കുക. 1 2 3 എന്ന് പറയുന്ന പോലെ നമുക്ക് കുറച്ച് എളുപ്പമാണ്. നമുക്ക് ആ ഒരു ഹോളുണ്ട്, അപ്പോൾ ആ ഒരു ഹോളിനകത്ത് കൂടെ നമ്മൾ നൂല് കറക്റ്റായിട്ട് കയറ്റി എടുക്കുക. അതിന് ശേഷം മാത്രമേ നമുക്ക് 1 2 3 നമുക്ക് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം അവിടെ ഒരു ഇങ്ങനെ സ്ട്രെയിറ്റ് ഒരു വേവ് അവിടെ വേണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കാതിരുന്നാൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ആ ഒരു ടൈറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു വേവ്, ആ ഒരു കൺട്രോൾനെസ്, അത് ലെങ്ത്നെസ് ഒന്നും നമുക്ക് കിട്ടാതിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് പവർ യൂസ് ചെയ്ത് തന്നെ നമുക്ക് നമ്മുടെ മെഷീൻ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ഇതിൽ കട്ടർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ടാറ്റാ. നമുക്കൊന്നെങ്കിൽ ഇതാ ഈ ഓട്ടോമാറ്റിക് ത്രെഡറിൽ വഴി നമുക്ക് വേണമെങ്കിൽ ത്രെഡ് ഇടാം. അതല്ലെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് നീഡിൽ ഇടാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സിംഗർ മെഷീനാണ്. എലൈറ്റിൻ്റെതാണ് ഈ മെഷീൻ. എലൈറ്റിൻ്റെ മെഷീനാണ്. ഇപ്പോൾ നമ്പർ ഓഫ് സ്റ്റിച്ചിങ് റെഗുലേഷൻസ് ഉണ്ട്. ഇതാ കണ്ടില്ല നിങ്ങൾ, ഒരുപാടുണ്ട്. ഓവർലോക്ക്, ഇൻ്റർലോക്ക് ആൻഡ് ABC സ്റ്റിച്ചിങ്സ്. ഓക്കെ, ഇപ്പോൾ ഡബിൾ ത്രെഡായിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ഡബിൾ ത്രെഡായിട്ട്, ട്രിപ്പിൾ ത്രെഡായിട്ട് ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ കുറച്ച് പാറ്റേൺസാണ്. എംബ്രോയ്ഡറി പോലെയുള്ള ഒരു ചെറിയ ലൈറ്റ് പാറ്റേൺസാണ്. നെക്കിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഇത് നമ്മുടെ റെഗുലേഷൻസ് വരുന്നത് കണ്ടോ, 1 2 3 4 ഉണ്ട്. പിന്നെ SS എന്ന് പറയുന്ന ഒരു ഇതും കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ സാധാരണ നമ്മുടെ ABCD. പിന്നെ അതിനകത്ത് വരുന്നത് ബട്ടൺ ഹോൾസ് കാര്യങ്ങൾ. ഇതിൽ 1 2 3 ബട്ടൺ ഹോൾസ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ടെൻഷൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലിപ്പോൾ ഞാൻ 4 കൊടുത്തിരിക്കുന്നത്. നമുക്ക് 5 6 ഒക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ടൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്കിത് ഈ ഒരു 2 കൊടുക്കാം. പിന്നെ നമുക്കിത് 0 ആണ്. അപ്പോൾ നമുക്കിത് നോക്കിക്കേ, 9 വരെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് 2 കൊടുക്കുക. 2 കൊടുക്കുന്നതാണ് അത്യാവശ്യം ബെസ്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ത്രെഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന് നമുക്ക് ഇങ്ങനെയൊരു സ്പൂൾ സംഭവമുണ്ട്. ഈ ഒരു സ്പൂളിൻ്റെ ഈ ഒരു ഹോളിൽ കൂടെ നമ്മളിങ്ങനെ ഇതിലൂടെ കയറുക. അതിനുശേഷം ത്രെഡിടുക. പിന്നെ നമ്മുടെ ഈ ഒരു 1 എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ, ആ 1 കൂടെ നമ്മളിങ്ങനെ നൂല് ത്രെഡ് എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു നമ്മുടെ യൂട്ടേൺ പോലെ വന്നിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്പേഴ്സ് ഉണ്ട് അവിടെ ഓൾറെഡി. അവിടെ 2 ആണ്.
അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വന്ന് കയറിയിട്ട് ഇവിടെ ടൂവിൽ വന്നു തേട്ടേനെ എടുത്ത് നമ്മളിത് ഇതിനകത്ത് കൊടുക്കുക. ആ സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മുടെ ആ ഒരു വീലിൽ ഹാൻഡ് വീലിൽ നമുക്ക് കറക്കാം. അതിനുശേഷം ഇവിടെ എടുത്ത് നമുക്ക് ത്രെഡ് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ത്രെഡ് വേണം അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതല്ല നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു സംഭവമില്ലേ, അതായത് ഇത് വേറൊന്നുമല്ല, ഇത് നമ്മുടെ ഓട്ടോമാറ്റിക് ത്രെഡ് സംഭവമാണ്. അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഇതാ ഇവിടെ നമുക്ക് ഈ രീതിയിലും നമുക്ക് ലോക്ക് കൊടുക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ നമുക്കിത് ചാർജ് ചെയ്താൽ ഓക്കെ, നമ്മൾ ചാർജ് ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ ചാർജ് ചെയ്തതാ, ഇങ്ങനെ ചാർജായി. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലതാ ഇങ്ങനെ ഒരു 2 സ്വിച്ച് ബോർഡ്സ് കാര്യങ്ങളോട് സ്വിച്ചുണ്ട്. അപ്പോൾ ഇത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ടും ഓണായി കിട്ടും. അപ്പോൾ നമുക്കത് ഓണായി കിട്ടും. നമുക്കത് ഇവിടെ ലൈറ്റുണ്ട്, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രകാശം തരുന്ന ഓരോ നമ്മുടെ LCD ലൈറ്റുണ്ട്. അപ്പം അതിനുശേഷം നമ്മളിതാണ് ഇതിൻ്റെ ഫുഡ് കൺട്രോൾഡ്. അപ്പം ഇങ്ങനെയാണ് മിഷീൻ്റെ ഇത്. മിഷൻ വളരെ യൂസ്ഫുള്ളാണ്, കുറച്ച് സ്പേസ് മതി. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നത് തന്നെ ഇത്രയും കുറച്ച് സ്പേസിലൊരു ചെറിയൊരു ഓക്കെ, ഇതാണ് നമ്മുടെ മിഷൻ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,